എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സർ. ആ, നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു ഗതിയാക്കും. ഒന്ന് പോവോ സാറേ? സിയ, ഇയാൾക്കത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻ സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എന്താടാ അത് സാറേ വൈഫൈ ഉണ്ട് ഇവിടെ. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വൈഫൈ ചോദിക്കുന്നടാ പട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദല്ല സാറേ, യുവമാരാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരാടേ നൗഷാദ്? ഞാൻ എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞാ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിണിക്കുന്നത്? ചെള്ള അടിച്ച് പൊട്ടിച്ചള. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റാ സാർ. ഏത് രാജ്യത്തിന്റെ? സാറേ വിജയ് ഫാൻസ് ബിയോപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ? ഗില്ലി യൂണിറ്റ്. നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുകടാ. പ്രസിഡന്റാടാ. സാറേ നൗഷാദ് വേദിക്കുന്നുണ്ട് സാർ. ഹാങ് ചെയ്തോ സാറേ? എന്തോടാ നിന്റെ പണി? പൊട്ടാഷനാ? വിജയ് നഗർ രസീമ പലർക്കടേ സാറേ. അതിനെന്തിനാടാ ഇത്രയും മസില്? അവൻ വിജയുടെ ബോഡി ഗാർഡ് ആവാനാ. നിന്നോട് ചോദിച്ചാടാ? അല്ല, പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല, ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താടാ ഇതിൽ കാര്യം? ഞാൻ അവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സാറ് ഒന്ന് കേറി മോനെ വാടച്ചോടാ. അലവലാതി. നീ ആരടാ? അമിതാഭ് ബച്ചനാ? ബട്ടൺ സിറാ? എന്റെ ഫ്രണ്ട്സ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും. ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും. ആ, നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തൊലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിന് എന്തോ കിട്ടാനാടാ? അല്ല, CA സാർ വിളിച്ചായിരുന്നോ? ആ, അയാൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, പോ എല്ലാവരെയും പോ. പിന്നെ നീ നിന്നെ ആ CA ഞാൻ അയാളെന്ന് വിളിച്ച കാര്യം നീ അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നീ വേണേ ബട്ടൺസ് ഒക്കെ ഊരി കിട്ടോ. ആ, ചെൽ. സാറൊന്നെ സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനല്ലേ? ഒരു സിനിമ നടനെയൊക്കെ ആരാധിക്കാന്ന് വെച്ചാ. ഒരു സെക്കൻഡ്, ഭാര്യ ആ പറയടേ. ഭരണി പൂജ ആ നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? ആ, വരാന്ന് പറഞ്ഞില്ലേ? ആ ശരി. ഓക്കെ, എന്നാ വേന ആള് പോയാ. ആ, അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴൻ വരച്ച ഒരു പടം. അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും, പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സാർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും, പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. അതിന് ഈ ഓട്ടോക്കാരൻ, പാവപ്പെട്ടവൻ, മന്ത്രി, ഗിന്ത്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. അപ്പൊ പാക്കല സാർ, വീണ്ടും സദ്യക്കും വരേക്കും വണക്കം. ഇത്ര വലിയ ആളാ? ചെറുപ്പക്കാരനാ അല്ലേ സാറേ? ഏയ്, ചെറുപ്പമൊന്നുമല്ല. എന്റെയൊക്കെ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ നായകന് എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയി ചെറുക്കനെ കുറിച്ച്. ആ, അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളും അടിച്ചാ മതി. ആടാ സൈമ, പട്ടക്കലപ്പ്. ആഹാ, മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷേ വീതി കൂടില്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ. നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാദ് മാസ സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ.
എടാ സാമി എക്സൈസ് സത്തിന് ഓടിക്കോളിയാ ഓടിക്കോ. അതിന് ഹ്യൂമാനെന്തിനു ഓടി? നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ്. വിളിക്കടാ. വിജയ് അണ്ണൻ കീ ജയ്. വിജയ്. നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് ചെയ്യും സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെയുള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ചെയ്യാം. വണ്ടി കയറടാ. പിടിച്ച് കയറടാ എല്ലാവരും. വലിച്ചു കയറുന്നു സാറേ ടിക്കറ്റ് പിള്ളേർക്ക് കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് വരടാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി. തള്ളാ സാറേ. സാറേ സാർ എന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ ഇടിച്ചു സാറേ. എടോ യുവമാരെ അർജുനൻ മുതലാളിയുടെ അനിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോ പണ്ടങ്ങല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ രണ്ട് പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാർ ഇവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ. അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. ഡാ മിണ്ടാരടാ. ചലക്കനാ ഇവളടുത്തും ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് പൈപ്പിനകത്ത് അതോ അവൻ സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ ഇപ്പൊ എന്റെ ഇത് വാങ്ങി കുഞ്ഞിക്കടാ ശരി സാറേ. എന്തുവാണ് സൈമായി? അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ടോ? ഞങ്ങൾ ഫാൻസുകാർക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ 2 ദിവസം കൂടെ തന്നെ കിടന്നു. സാറേ ഇവനെ ഒന്ന് വിടണ്ട. ആ അല്ലേലും വിടുന്നില്ല. ഓക്കെ ഓക്കെ നീ എന്തിനാ തള്ളേ കയറി പിടിച്ചത്? ഞാനൊന്നും ചെയ്തില്ല. അവർ ചുമ്മാ കള്ളം പറയാ സാർ. സത്യം പറടാ. നീ പിടിച്ചില്ലേ? ചുമ്മാ പറയാ ഞാൻ പറഞ്ഞില്ല. പോലീസുകാരന്റെ കൈ തട്ടി മനസ്സിലാ. സാർ പിടിയോടെ സാർ. നിന്നെ- ഞാനൊന്നും കയറി പിടിച്ചില്ല സാർ. ചുമ്മാ പോ. സാറേ ഒരു തള്ളേ കയറി പിടിച്ചിരിക്കണം. ഞാനൊന്നും പിടിച്ചില്ല സാർ. അയാൾ ചുമ്മാ പറയാ സാർ. ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. പഴുപ്പ് തീർക്കും പ്രായം നോക്കണം. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. നടക്കടാ നടക്കടാ. സത്യ സാർ. എന്താണ് രണ്ടോട്ടിരിക്കുന്നു? അതെ സാർ. ഇല്ല സാർ. പിന്നെ എന്താണോ? പിന്നെ ഒന്നുമില്ല സാർ. എന്തിനാണ് അവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്? അത് പിന്നെ സാർ അർജുനൻ മുതലാളിയുടെ അർജുന മുതലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. സാർ ഇടികൊണ്ടവൻ ആശുപത്രിയിലാണ്. മറ്റോ പുണ്യാളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും. അതവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അങ്ങോട്ട് 2 കൊടുത്തു നന്നായി. നിങ്ങൾ പോകോ. എന്നാ പിന്നെ നൗഷാദും വയ്ക്കട്ടെ സാർ. നീയും പോ. സാറേ നൗഷാദ് അടുത്ത തവണ അടുത്ത. വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താൻ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അയാളുടെ പേരിന്റെ തുടക്കം ACPKF. ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? ആ അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണ്. അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്നൊരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസ്സോ? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ചാ മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട. ചോര ഒപ്പിക്കാൻ പറ്റൂ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി 3 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുകുതിരിയും കത്തിക്കാം. സാർ നമസ്കാരം സാർ. നമസ്കാരം. സൈമ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ഇങ്ങോട്ട് ചെല്ലട്ടെ സാർ. ശരി. സാറെന്താ ഇവിടെ? ഞാൻ ജോത്സ്യനെ ഒന്ന് കാണാമെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്നാ. ആ ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയ് എടുത്ത് വെക്കണം അല്ലേ? ആ പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടായി CA സാറിനോട് പറയണ്ട. ആ ഡേ എന്തുകൊണ്ട് സുഖം തന്നെ? നീ കൊച്ചിനെ കൊണ്ട് എവിടെ വിട്ടെന്നാ പറഞ്ഞ? ഞാൻ പറഞ്ഞല്ലോ സാറേ, കൊച്ചിനെ വീട്ടിന്റെ മുന്നിൽ ഇറക്കി വിട്ടെന്ന്. എന്നിട്ട് കൊച്ചെന്തിയടാ? മാഞ്ഞോയോ? നീ കൊച്ചിനെന്ത് ചെയ്തടാ? സാറേ ഈ സമയത്ത് ഒരു കാര്യം മറ്റേ പോലീസ് കളിക്കരുത്. ബാക്കിയുള്ളവരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇല്ല സാറേ, ഞാനൊന്ന് വരട്ടിയെന്നേ ഉള്ളൂ. നമുക്ക് അന്വേഷിക്കാം. സമാധാനമായിട്ടിരിക്കും. സാറേ എസ് എന്താ പറഞ്ഞ സാറേ? അയാള് വെറുതെ ഒരു കാര്യമില്ലാതെ നമ്മുടെ പിള്ളേരും കട്ടക്കുന്നുണ്ട് സാറേ.
ഏ ഉണ്ട്. ഏ സൈമ, നീ വിഷമിക്കാതെ. സി ഐ വിളിച്ചിരുന്നു, അവര് കാര്യമായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഗണേശൻ അവിടെ ഒറ്റയ്ക്കല്ലേ, നീ അങ്ങോട്ട് ചെല്ലേ. ആ അന്നാണ് എനിക്ക് ശരിക്കും വിജയ് ഫാൻസിന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അന്നെങ്കിലും മനസ്സിലായില്ല. അവന്മാരെന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്നാ? കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. എടാ ഗോപു, ഈ ലോകത്ത് തെറ്റിയാത്തവരുടെ ആരെങ്കിലും ഉണ്ടടാ? ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ടങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. ആ മതിയായിരുന്നു. അത്യാഗ്രഹം ആപത്താണ്. അല്ല, സാറിന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെ? ആ അർജുനനും ഭീമനും. ഞാൻ നോക്കട്ടെ. നമുക്ക് ജാസ്തി, നമുക്ക് ഏത് നേരത്തെ സാറേ നമുക്ക് പറ്റാത്തവന്മാരൊക്കെ അടുക്കള കയറ്റുന്നത് ഉള്ള ഉപ്പെല്ലാം മാറിയിട്ടേക്കാന്ന്. സാറേ, അപ്പൊ ഈ പോക്കർ സേവൻ ഇപ്പൊ എവിടെ ഉണ്ട്? ശരിയാണല്ലോ, പുള്ളിക്കാരി ഇപ്പൊ ഇവിടെ ഉണ്ട്. പോക്കിരി സേമ. എടോ, ലാത്തി വീശണോ വെടിവെക്കണോന്നൊക്കെ ഞാൻ പറയും. തനിക്ക് സൗകര്യമില്ലെങ്കിൽ പറ. ഇവിടെ കേരള പോലീസിൽ വേറെ ആമ്പിള്ളേരുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കാ. മേലെ കയറി നിന്നിട്ടാണോടോ സല്യൂട്ട് ചെയ്യുന്നത്? അല്ല, താഴെ ഇറങ്ങ്. ഇനി സല്യൂട്ട് സാർ. പൊയ്ക്കോ. സല്യൂട്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ കിഴങ്ങന്മാര് കയറിയിട്ടുണ്ട് ഇപ്പൊ കേരള പോലീസ്. കിഴങ്ങനോ? ഞാനോ? ഒരു 2 മിനിറ്റ്.